ഞാനൊന്ന് നടക്കാൻ ഇറങ്ങിയതാണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ യൂട്യൂബ് കാണുന്ന എല്ലാവരും ഒന്നല്ലെങ്കിൽ എൻ്റെ പ്രായമുള്ളവർ, അതല്ലെങ്കിൽ എന്നേലും കുറച്ച് ഒരു 10 വയസ്സിൽ താഴെയുള്ളവരായിരിക്കും എൻ്റെ ഈ വീഡിയോ കാണുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ അകന്നാണ് താമസിക്കുന്നതെങ്കിലും നാട്ടിലെ ആ കാടും മേടും പുല്ലുകളും പുൽത്തൊട്ടികളും പച്ചപ്പുല്ലും മരങ്ങളും ഇതൊക്കെ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല എൻ്റെ ഈ ചാനൽ കാണുന്നവരല്ലേ. അപ്പോൾ ഞാനിന്ന് വെറുതെ നടക്കാൻ ഇറങ്ങിയതാ. ഒരു പ്ലാനും ഇല്ലായിരുന്നു എടുക്കാനായിട്ട്. പക്ഷേ ഈ പച്ചപ്പൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാമെന്നേ. സാധാരണ സ്ഥലം പോലെ തന്നെ കാണുന്നുള്ളൂ കേട്ടോ. അത് നോക്കിയേ, ഇത്രയും പച്ചപ്പായിട്ട് ഇങ്ങനെ കണ്ടപ്പോഴേ ഭയങ്കര ഒരു രസം എടുക്കാനായിട്ട്. ഇത് കണ്ടോ, സൈഡിൽ കൂടെയൊക്കെ ഇഷ്ടംപോലെ ചെടികളും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. നല്ല കാണാൻ ഭംഗിയുള്ള ചെടികളുണ്ട്. എല്ലാ ചെടികൾക്കും ഇവിടെ ഭംഗിയാണ്. അപ്പോൾ ഞാൻ നടക്കാൻ പോണ സ്ഥലമാണ് കേട്ടത്. ഇതൊരു സൈഡിൽ ഇവിടെ ഒരു ചെറിയ കാടൊക്കെയാണേ. ഈ സ്ഥലം ഞാൻ എന്നും നടക്കുമ്പോൾ ഞാൻ ഓർക്കും, നമ്മുടെ നാട്ടിൽ ടാറിടാത്ത ഒരുപാട് റോഡുകളുണ്ടല്ലോ, അതിൻ്റെ ഒരു മെമ്മറിയൊക്കെ വരും ഇതിലേക്കൂടെ നടക്കുമ്പം. നമ്മുടെ നാട്ടിലെ ചരലും കണ്ടോ, ചരലിൽ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ. ഇപ്പോൾ പണ്ടായിരുന്നെങ്കിൽ നമ്മൾ പറയും, റോട്ടിൽ ടാറും ഇട്ടിട്ടില്ല, ആകെ പ്രശ്നമാണെന്ന് പറയും അല്ലേ. പക്ഷെ ഇപ്പോൾ ഇതിനൊക്കെ ഒരു പ്രത്യേക സുഖമാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ നാട്ടിലെ ചൊറിയനാണിത്. പക്ഷെ ഞാനിപ്പം ഇത് കണ്ടോ, കുറേ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കുറേ യൂട്യൂബിൽ നമ്മുടെ വീട്ടമ്മമാർ ചെയ്യണതായിട്ട് കണ്ടു. ഈ ചൊറിയന്നം തോരൻ വയ്ക്കും. അതിങ്ങനെ ഒരു മരുങ്ങ് വേണം. അതിങ്ങനെ എടുത്തിട്ട് കൈമ ചൊറിച്ചിൽ കൂടാണ്ട് എനിക്കൊന്ന് ആദ്യം വെളിച്ചെണ്ണ പറ്റുന്നോണം. എന്നിട്ട് സാധാരണ നമ്മുടെ തേങ്ങയൊക്കെ ഇട്ട് ഉള്ളി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ചൊറിയന്നം കൊണ്ടൊരു തോരൻ ഞാനിതുവരെയായിട്ടും കഴിച്ചിട്ടില്ല കേട്ടോ. നോക്കിയേ, ഈ മരങ്ങളുടെയൊക്കെ ഒരു ഭംഗിയുണ്ടോ. എത്രയോ വർഷങ്ങളായിട്ടുള്ള മരങ്ങളായിരിക്കും അല്ലേ. നമ്മളൊക്കെ ജനിക്കുന്നതിന് മുൻപുള്ള മരങ്ങളായിരിക്കാം ഇത്. അങ്ങനെ ഈ ടാറിടാത്ത റോട്ടിൽ കൂടെ പോകുമ്പോഴുള്ള ഒരു വൈബ് ഉണ്ടല്ലോ. എനിക്കിങ്ങനെ തനിച്ച് നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറേ ഇഷ്ടം, എന്നാലും തനിച്ച് നടക്കാനും ഇഷ്ടമാണെന്ന് പറഞ്ഞേ. ഞാനീ പോകുന്ന ഇപ്പോഴത്തെ ഈ റോട്ടിൽ വീടുകൾ കുറവുള്ള സ്ഥലമാണത്. അധികം വീടുകളില്ല ഇവിടെ. ഇത് എൻ്റെ വീടിൻ്റെ ബാക്കിൽ കൂടെ ഉള്ളൊരു സ്ഥലമാണിത്. അതുകൊണ്ട് ഇതിങ്ങനെ പോകുമ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിലൊരു പ്രതീതിയില്ലേ. നമ്മുടെ നാട്ടിലെ ഇടവഴികളിലൂടെ നമ്മൾ കൂട്ടുകാരികളൊക്കെ ഒരുമിച്ച് പോവില്ലേ. അല്ലെങ്കിൽ പഴയ കാലത്താണെങ്കിൽ പീടികയിൽ സാധനം മേടിക്കാൻ പോകുന്നതൊക്കെ ഇങ്ങനെയുള്ള ഇടവഴി കൂടെയൊക്കെ ആയിരിക്കുമല്ലോ. നല്ല റോഡും കാര്യങ്ങളൊന്നും നമുക്കന്ന് ഉണ്ടായിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. ഞങ്ങൾക്കൊക്കെ വരമ്പും അങ്ങനത്തെ ചെറിയ ചെറിയ റോഡുകളും ഒക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു പഴയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും ഞാൻ ഈ റോട്ടിൽ കൂടെ നടക്കുമ്പം. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ കല്ലൊക്കെ കാണുമ്പോൾ നമ്മൾ പണ്ട് ഇങ്ങനത്തെ കല്ലൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെക്കുമല്ലേ, കല്ല് കളിക്കാനായിട്ട്. 5 കല്ലല്ലേ വേണ്ടത്, 5 കല്ല്. അതൊക്കെ ഒരു കാലമായിരുന്നല്ലേ മക്കളെ. ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോണ്ടല്ലോ, ഇങ്ങനെ ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറിയൊരു ബെഞ്ചും ഒരു ചെറിയ കുളമൊക്കെ ഉണ്ടേ. കാണിച്ചു തരാം കേട്ടോ. അതോടൊപ്പം തന്നെ ചെറിയ നമ്മുടെ കമ്മൽ പൂക്കൾ. നമ്മൾ നടക്കുന്ന സ്ഥലമാണ്, പക്ഷെ എനിക്ക് നടക്കാനൊരു വിഷമമാണ്. കാരണം ഈ പൂക്കൾ ചവിട്ടി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. കണ്ടോ, നിറയെ ഉണ്ട്. ഇവിടെ ഒരു ബെഞ്ച്, നമുക്ക് ഇരിക്കാനായിട്ട് ബെഞ്ച്. എന്ത് ക്ലീനാന്ന് നോക്കിയ ബെഞ്ചൊക്കെ. ഞാനിതിന് പണ്ടെപ്പോഴോ ഇതെടുത്തിട്ടുണ്ട് ഒരു വീഡിയോ. ഇത് വെൽക്കം ടു കഡ്ബുഷ് ഹിഡൻ പോണ്ട്. ഇതിനകത്ത് ഇതൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ അണ്ണാങ്കുഞ്ഞ്, പിന്നെ അതേ പലതരത്തിലുള്ള പക്ഷികളും എല്ലാം ഉണ്ട്. എന്നിട്ട് എഴുതിയിട്ടുണ്ട് വിശദീകരിച്ച്. ഇതാണ് കുളം. ഇതുവരെ എനിക്കൊന്നൊരു 1.5 വർഷമായിട്ടുള്ള ഇത് ഉണ്ടാക്കിയിട്ട്. ഇതിവിടെ ഇങ്ങനെ ഒരു കാട് പോലെ കിടക്കുമായിരുന്നേ. ഇപ്പോഴും കാട് പോലെയൊക്കെ തന്നെയാണ്. പക്ഷെ അവരിപ്പോൾ ഇവിടെ കുറേ ഡാഫഡിലൊക്കെ വെച്ചു. വേണ്ട ഇങ്ങനെ ഇതൊക്കെ സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ഈ ഒരു വെള്ളത്തിൻ്റെ പൊങ്ങി കിടക്കണുണ്ടോ, ഇത് പായൽ എന്നാണ് ഇതിന് പറയുന്നത്. നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. ഇതൊരു എന്തുമാത്രം ഓർമ്മകളാണെന്നറിയാമോ ഈ പായലിന്. ഇത് വേണ്ട അങ്ങേയറ്റം വരെ ഉണ്ട്. ഇന്നത്തെ ആരും ഇറങ്ങാറില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കും പായൽ മൂടി കിടക്കുന്നത്. ഈ പായൽ ഞങ്ങൾക്ക് കൃഷിയുള്ളതാണേ. കൃഷിയുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലാവും. പായൽ വാരിയേക്കണവർ ഒരുപാട് പേരുണ്ടാവും. ഞാനൊക്കെ കോരിയിട്ടുണ്ട് കേട്ടോ പായൽ. ഞങ്ങൾക്ക് കൃഷിയുണ്ട്. അപ്പം നമ്മൾ കൃഷിയൊക്കെ ഇറക്കി
അത് ഞാറ് നടുവാണെങ്കിൽ ഞാറൊക്കെ നട്ട് കഴിഞ്ഞ് കുറച്ചങ്ങ് ആയി കഴിയുമ്പം വെള്ളമൊക്കെ വരുന്ന സമയത്താണ് ഈ പായൽ വരുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം നമ്മൾ കൃഷിയിലിറങ്ങി കാലിൽ ചെരുപ്പൊന്നും ഇല്ലാണ്ട് ചെളിയിലേക്ക് ഇറങ്ങി പായൽ കോരണം. എന്നിട്ട് ഇങ്ങനെ ഈ ചോറ്റുകൊട്ട ഉണ്ടാവും നമ്മുടെ കൂടെ, അപ്പോൾ അതിനകത്താണ് കോരി ഇടുന്നത്. അതിനകത്ത് ഒരു കൊട്ടയാവുമ്പോൾ നമ്മൾ കരയ്ക്ക് കൊണ്ടേ വെക്കും. എനിക്ക് തോന്നുന്നു ഈ കൃഷി ഇറക്കണതിന് മുൻപും പായൽ ഉണ്ടാവും എന്ന് തോന്നുന്നു കേട്ടോ, എനിക്കിപ്പോൾ ഓർമ്മ കിട്ടണില്ല. എന്തായാലും ഒരുപാട് പച്ച നിറത്തിൽ അതിങ്ങനെ ചെറിയ എതളൊക്കെ ഉണ്ട്. അതിന് എതളും ഉണ്ട്, പിന്നെ അതിൻ്റെ താഴേക്ക് വേരും ഉണ്ടോ എന്നൊരു സംശയം. ഇപ്പം ഇങ്ങനെ മനസ്സിലിങ്ങനെ തെളിഞ്ഞു വരുന്നു പായലൊക്കെ. അങ്ങനെ കൊട്ടയിലൊക്കെ കോരി ചേച്ചിമാരൊക്കെ ആണെങ്കിൽ ഈ ചിമ്മാടൊക്കെ തലയിൽ വെച്ചിട്ട് അതിങ്ങനെ തലയിൽ വെച്ച് ആ വെള്ളമൊക്കെ ഇങ്ങനെ വാർന്നൊഴുകി നമ്മുടെ തലയിലെ മുണ്ടും ഉടുത്തിരിക്കുന്ന മറ്റേ അന്ന് മുണ്ടും ബ്ലൗസും ഒക്കെ അല്ലേ എല്ലാവരും എടുക്കുന്നത്, അതൊക്കെ നനഞ്ഞ് അവിടേക്ക് കൊണ്ടുവന്ന് വെക്കുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ ഓർമ്മയിലേക്ക് വന്നു കേട്ടോ. എന്നൊക്കെ പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കൊക്കെ അങ്ങനെ ഇഷ്ടമായിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഇവനോട് ബൈ പറയാണേ. ഒന്ന് ബൈ പറഞ്ഞേക്കാം. ബൈ, ഞങ്ങൾ പോവാൻ കേട്ടോ. ദേ ലിസ്റ്റേജിൻ്റെ കൂട്ടുകാരികളൊക്കെ ബൈ പറയുന്നുണ്ട് കേട്ടോ. പായലിനോടും വെള്ളത്തിനോടും ഡാഫിഡിലിനോടും എല്ലാത്തിനോടും ഇപ്പം തൽക്കാലത്തേക്ക് ഒരു ചെറിയ ടാറ്റ. ബൈ. നമുക്കിങ്ങോട്ട് പോവാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വീട് പാടത്തിന് നടുക്കാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ പാടത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു സ്ഥലമാണിത്. ഞങ്ങളുടെ ആ സ്ഥലം മക്കളെ, പണ്ടൊക്കെ ആൾക്കാർ വന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുമ്പോൾ പറയുവേ, അയ്യോ എൻ്റെ അപ്പച്ചൻ്റെ പേര് യാക്കോബ് എന്നാണേ, അമ്മച്ചിൻ്റെ പേര് ഏലിക്കുട്ടി. യാക്കോവേട്ടൻ്റെയും ഏലിക്കുട്ടി ചേച്ചിയുടെയും വീട്ടിൽ പടിഞ്ഞാറ് വശത്ത് ഇങ്ങനെ ഇരിക്കുമ്പം AC വേണ്ട, ഫാനും വേണ്ട, വിശറിയും വേണ്ട, അത്രയ്ക്ക് നല്ല തണുത്ത കാറ്റാന്ന് പറയും. അന്നൊന്നും നമുക്കതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലായിട്ടുണ്ടായില്ല. പക്ഷെ ഇപ്പം നമുക്ക് മനസ്സിലാവും എന്തായിരുന്നു അന്നങ്ങനെ പറഞ്ഞതെന്ന്. അത് കണ്ടതൊരു വയൽ പോലെയാണ്, ഇതെന്തോ പുല്ലാണിത്. പക്ഷേ നമ്മുടെ നാട്ടിലെ ആ ഒരു നെല്ലൊക്കെ നിൽക്കണ പോലെ തോന്നും അല്ലേ? ഇതേ ഇങ്ങനെ നോക്കുമ്പം അങ്ങനെ ഒരു പ്രതീതിയില്ലേ? എനിക്ക് തോന്നുന്നു അങ്ങനെ. ഞാനിതിലെ പോകുമ്പോഴൊക്കെ ഞാൻ ഇവരോട് വർത്തമാനം പറയാറുണ്ട്. ഞാനിതിനെ നെൽക്കതിരായിട്ട് അങ്ങ് സങ്കല്പിക്കും. ഇത് കണ്ട അവിടെ നിന്നേ വേണ്ട, നെൽക്കതിരായിട്ട് സങ്കല്പിക്കും. ഇത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്തോ പുല്ലാണെന്ന് തോന്നുന്നു. നെൽക്കതിരായിട്ട് സങ്കല്പിക്കും. ഇതിനകത്ത് ഇപ്പോൾ കയറുന്നതിന് പ്രശ്നമൊന്നുമില്ല, കാരണം ഇത് കുറച്ച് കഴിയുമ്പോൾ ഇവർ വെട്ടിക്കളയുന്ന സംഭവമാണേ. ഞങ്ങളുടെ വീട്ടിൽ കറ്റകൾ കൊണ്ടുവന്ന് വെക്കുന്നതും, കറ്റ എന്ന് പറയുന്നത് അറിയാമല്ലോ നിങ്ങൾക്കല്ലേ? അതിങ്ങനെ മെതിക്കാനായിട്ട് ചേച്ചിമാർ രാവിലെ 4 മണി 4:30 ഒരു വരവുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ അമ്മച്ചി ഞങ്ങളെ വിളിക്കുമ്പം നമ്മളവിടെ കിടക്കുവേ. ഞങ്ങൾ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും അവർ നെല്ലൊക്കെ മെതിച്ച്, എന്നുവെച്ചാൽ ഈ കറ്റയൊക്കെ മെതിച്ച് അത് പൊലിയാക്കി ചിലപ്പോൾ ഇങ്ങനെ ചേറ്റുന്ന രംഗത്തൊക്കെ ആയിരിക്കും ഞങ്ങൾ എഴുന്നേറ്റ് വരുന്നത്. അപ്പോൾ രാവിലെ അമ്മച്ചി അവർക്ക് കട്ടൻ ചായയും കാര്യങ്ങളൊക്കെ കൊടുക്കും. അതൊരു ലോകമായിരുന്നു എൻ്റെ പൊന്നുമക്കളെ. അവരോട് വർത്തമാനം പറഞ്ഞിരിക്കാനും അവർ നമ്മളോട് വർത്തമാനം ചോദിക്കാനും അന്നൊക്കെ എന്താ ആത്മാർത്ഥമായിരുന്നല്ലേ. എല്ലാവരും നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയുമായിരുന്നു. ഇപ്പം നമ്മൾ ആരെങ്കിലും നമ്മൾ അറിയുന്നുണ്ടോ അല്ലേ? എന്നിട്ട് നെല്ല് ഞങ്ങൾ ആദ്യം തന്നെ അമ്മച്ചി പറയും നമുക്ക് അവലുണ്ടാക്കാമെന്ന് പറയും, ആദ്യത്തെ നെല്ലുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ അവല് ഉണ്ടാക്കാനായിട്ടൊരു സ്ഥലത്ത് പോണേ. അങ്ങനെ അവിടെ പോകുന്നതും ഒക്കെ ഒരുപാട് ഓർമ്മകൾ. പിന്നെ വക്കോൽ ഉണക്കാൻ പോകുന്നതും, വക്കോൽ കെട്ടി നമ്മൾ പറവല്ലല്ലോ ഒരു സ്ഥലത്ത് കൊണ്ട് വെക്കണം, വക്കോത്തൂർ ഉണ്ടാക്കുന്നതും, പശുവിന് വേണ്ടി വെക്കുന്നതും, പശുവിന് കൊടുക്കുന്നതും, ഒരുപാട് ഓർമ്മകൾ. നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മകളുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ പിന്നെയും ആ പൂക്കൾ ഇതുണ്ടോ, ഇഷ്ടം പോലെ പൂക്കൾ. നമ്മൾ പിന്നെയും ആ സെയിം റോട്ടിലേക്ക് തന്നെ പോവുകയാണേ. നിങ്ങൾക്കിപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഞാൻ പോകുന്ന വഴിയൊക്കെ ഏതാണ്. ഞാനിതിൽ പോകുമ്പോൾ മിക്കപ്പോഴും എൻ്റെ ഡോഗും ഉണ്ടാവാറുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് അവനെ കൊണ്ടുവന്നില്ല. അവനെ കൊണ്ടുവന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു തിരിച്ച് ചെന്ന് കഴിഞ്ഞിട്ട് നിന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞേ. എനിക്ക് ഓഫുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഞാൻ നന്നായിട്ട് നടക്കും. ചില സമയത്ത് ഒരുപാട് റെസ്പോൺസിബിലിറ്റിയൊക്കെ ഉള്ളപ്പം ചിലപ്പം ചില ദിവസങ്ങളിൽ സ്റ്റക്കായി പോവും. വേണ്ട ഇവിടെ എനിക്ക് മെസ്സേജ് ഇടുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അതിനകത്ത് എനിക്കൊരു ചേച്ചിയുണ്ടേ. ചേച്ചി ഞാനും നമ്മൾ വലിയ പ്രായ വ്യത്യാസമൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഞാൻ ചേച്ചിയെന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ചേച്ചി എനിക്ക് മെസ്സേജ് വിടുമ്പം 1 വർഷമായാണ് ഞങ്ങൾ പരിചയപ്പെട്ടിട്ട്. മിക്ക ദിവസങ്ങളിലും ഞങ്ങൾ മെസ്സേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിടും. അപ്പം ചേച്ചി എനിക്ക് മെസ്സേജ് വിടുമ്പോഴേ എനിക്ക് എൻ്റെ അമ്മച്ചി വിടുന്ന പോലെ തോന്നും. എന്നെ ലിസിമോളേന്ന് വിളിക്കും. എന്തൊരു ഭംഗിയാണ് കാണാനല്ലേ. ലിസിമോളേന്ന് വിളിച്ചിട്ട് ചേച്ചി പറയും, മോള് ചെയ്യുന്ന ചാരിറ്റികൾ ഓക്കെയാണ്,
അതായിട്ട് അല്ലാതെ ഡാൻസ്, റീൽസ്, വീട്ടിലെ കാര്യങ്ങൾ, പിന്നെ ഡ്യൂട്ടിക്ക് പോകുന്നു, ഹസ്ബൻഡിൻ്റെ കാര്യം, മക്കളുടെ കാര്യം എല്ലാം മോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ മോളുടെ ആരോഗ്യം നോക്കണം കേട്ടോ. നന്നായിട്ട് വെള്ളം കുടിക്കണം, നന്നായിട്ട് ഉറങ്ങണം, ശരീരം നോക്കണം, നല്ല പോഷകാഹാരങ്ങൾ കഴിക്കണം എന്നൊക്കെ ചേച്ചി പറഞ്ഞു തരുവേ. അപ്പോൾ ഇങ്ങനെ എൻ്റെ അമ്മച്ചി ഇങ്ങനെ എന്നെ അടുത്തിരുത്തിയിട്ട് ഇങ്ങനെ മക്കളോട് പറയില്ലേ, മോളെ തിരക്കൊക്കെയാണ്, അതൊക്കെ കൊള്ളാം, പക്ഷേ ഉണ്ടല്ലോ നമ്മുടെ ശരീരം നോക്കണേ മോളെ, ഭക്ഷണം നന്നായിട്ട് കഴിക്കണം, ഉറങ്ങണം, നന്നായിട്ട് വെള്ളം കുടിക്കണം എന്നൊക്കെ നമ്മുടെ അമ്മച്ചിമാർ പറഞ്ഞു തരാറില്ലേ. അതുപോലെ തോന്നും എനിക്ക് ആ ചേച്ചി എന്നോട് പറഞ്ഞു കേൾക്കുമ്പം. ശരിക്കും ചേച്ചി ലവ് യു. ചേച്ചിക്ക് മനസ്സിലായി കാണും ആരാന്ന്. നമ്മുടെ നാട്ടിലത്തെ തന്നെ ഈ ചെടികളൊക്കെ നമ്മുടെ നാട്ടിൽ പണ്ട് തുടങ്ങിയുള്ളതാ അല്ലേ. ഒരു പേരുണ്ടായിരുന്നു, പേര് മറന്നുപോയി ഞാനിപ്പം. നിറയെ ഉണ്ട് ഇവിടെ. ഞാൻ നേരത്തെ കാണിച്ച മുക്കുറ്റിപ്പൂവിൻ്റെ തന്നെ ഒരു വകഭേദമാണെന്ന് തോന്നുന്നേ. ഇത് കളറല്ലേന്. ഇത് ഇവിടെ ഉണ്ട് ഒരെണ്ണം, ഒരു ലോലാക്ക് പോലത്തെ. അയ്യോ പോയോ, പോലെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ, കൂട്ടുകാരെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഇത് കണ്ടോ, എന്ത് രസമാണല്ലേ, കമ്മൽ പോലെ ഇരിക്കണം, ലോലാക്ക് കമ്മൽ. അവിടെ ഒരു ഇത് കണ്ടോ, ആ മരം കണ്ടോ, അതിൻ്റെ ആ ഇലയുടെ ഭംഗി കണ്ടോ. പോവാണേ. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ അതോ ഇഷ്ടമാണോ അങ്ങനെ കാണാനായിട്ട്? ഇപ്പം മെയിൻ റോഡിലേക്കാണ്, ഞാൻ ഇവിടുത്തെ ബസ്സാണ് കാണുന്നത്. ഞാൻ ഡ്യൂട്ടിക്കൊക്കെ പോണത് ചില സമയത്ത് ഞാനും ടീനയൊക്കെ പോണത് ഈ ബസ്സിനാണേ. ഇനി ഇങ്ങനെ ഇങ്ങോട്ട് പോകുമ്പം ഇവിടെ ഒരു കോർണറിലൊരു വീടുണ്ടേ. അയ്യോ അവിടെ ഒരു കുഞ്ഞിക്കിളി വരുന്നുണ്ടോ? ആൻറ്റിയുടെ അടുത്തേക്ക് വരുന്നുണ്ടോ? ആൻറ്റിയുടെ അടുത്തേക്ക് വരുന്നുണ്ടോ? ഇല്ല പോയി അല്ലേ, പോയി പൊക്കോട്ടോ, അമ്മയുടെ അടുത്തേക്ക് പൊക്കോട്ടോ. ഓക്കെ ഇവിടെ ഒരു കോർണറിലൊരു വീടുണ്ട് കേട്ടോ. ഇവിടുത്തെ പിയൂണി എന്ന് പറഞ്ഞാൽ ആ പൂക്കൾ കണ്ട് ഞാൻ എന്നും കൊതിക്കാറുണ്ട്. അതുകൊണ്ടോ ഇത് പക്ഷേ കുറച്ചായി. ഓക്കെ, ഒത്തിരി ഭംഗിയല്ലേ കാണാനായിട്ട്. ഇത് എൻ്റെ വീട്ടിൽ പിടിച്ച് കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. ഇത്ര രസമാണെന്നറിയോ, പിടിച്ച് കിട്ടാൻ പാടാ. ഇതിൻ്റെ എല്ലാ കളേഴ്സും ഉണ്ട് മക്കളെ. പിന്നെ ഈ വീട്ടിൽ എപ്പോഴും ഞാൻ കൊതിക്കാറുള്ളതാ. എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പൂക്കൾ ഭയങ്കര ഇഷ്ടം. അത് നോക്കിയേ, ഇവിടുത്തെ റോസ് നോക്കിയേ. ഇതുണ്ടോ, ഒത്തിരി കളറല്ലേ, മുട്ടുകളുണ്ടോ. നിങ്ങൾ കൊതിക്കുന്നുണ്ടാവല്ലേ ഇപ്പം ഇതൊക്കെ ഒന്ന് കാണാനായിട്ട്. അറ്റ്ലീസ്റ്റ് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, അതന്നെ ഒരു സന്തോഷമല്ലേ, അതിൻ്റെ ഒരു ബ്യൂട്ടി അല്ലേ. സൂപ്പറല്ലേ. ആൻറ്റിയുടെ കൂട്ടുകാരികളൊക്കെ വെരി ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു കേട്ടോ, ക്യൂട്ടാന്ന് പറഞ്ഞേ. നിന്നെ കാണാൻ എന്ത് ഭംഗിയാന്ന് അവരൊക്കെ പറയുക. ഓക്കെ, അടുത്ത പിയൂണി ഉണ്ടോ, വെള്ള പിയൂണി. എന്തു ഭംഗി നിന്നെ കാണാൻ. കയ്യിലെടുക്കട്ടെ. എന്തു ഭംഗി നിന്നെ കാണാൻ. എൻ്റെ മുട്ടിന് തന്നെ എന്തൊരു വലിപ്പമല്ലേ. ഞാൻ ഇവിടുത്തെ ഈ ചേട്ടനോട് ഒരു ദിവസം സംസാരിച്ചിരുന്നേ. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, നമ്മുടെ മലയാള ഭാഷയിൽ പറയുകയാണെങ്കിൽ എൻ്റെ പൊന്നു പെങ്ങളെ, ഇതൊന്നും ഞാനിവിടെ നട്ടതല്ല, എൻ്റെ അപ്പൻ നട്ടിട്ട് പോയതാണ്, അദ്ദേഹം മരിച്ചുപോയി, ഈ വീട് മോന് കിട്ടി, അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു. അടുത്ത വേറൊരു കളറ്. ഇത് ഒരു ചെടിയിൽ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സ്. ഇത് വേറൊരു കളറ്, ഇത് വേറൊരു കളറ്, വേറൊരു പൂവ്. അയ്യോ, നിന്നെയൊക്കെ സൗന്ദര്യം ഒപ്പിയെടുത്തിട്ടുണ്ട് കേട്ടോ, വിഷമിക്കണ്ട കേട്ടോ. നമ്മുടെ മഞ്ഞപ്പൂക്കൾ പിന്നെയും വന്നിട്ടുണ്ടേ. ഇത് ഇവരിപ്പം നട്ടിട്ടേ ഉള്ളൂ. ഇതൊരു വീട്ടിൻ്റെ സൈഡായത്. സൈഡായതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ കുഴപ്പമില്ല, അകത്തേക്ക് കയറുന്നില്ല. ഒരു റോസൊക്കെ ഇപ്പം നട്ടു വച്ചിരിക്കുക. മുട്ടുകൾ നോക്കി എന്തോരാണ്. ഈ റോഡൊക്കെ ടാറിട്ടതാണ് കേട്ടോ. ഇതൊക്കെ ഒരുപാട് റെസിഡൻസ് താമസിക്കുന്ന സ്ഥലമാണ്. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ ആ വെള്ളപ്പൂക്കൾ, അതിൻ്റെ തന്നെ മഞ്ഞ. അടുത്ത് കാണിക്കാം കേട്ടോ. ഇവിടെ കുറച്ച് വെള്ളയുണ്ട്, മഞ്ഞയുണ്ട്, നിറയുണ്ട് ഇവിടെ ഇങ്ങനെ. ബ്യൂട്ടിഫുൾ, കാണാൻ ഭംഗിയുണ്ട് കേട്ടോ. എല്ലാവരും പറഞ്ഞു വെരി ബ്യൂട്ടിഫുള്ളാന്ന് പറഞ്ഞേ. ഇവിടെ ഒരു ചുമപ്പ് നിൽപ്പുണ്ടല്ലോ, എന്താണെന്ന് നോക്കിയിട്ട് വരട്ടെ. ഇതുണ്ടോ, ഇതൊരു ചുമപ്പാണതേ. എൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ. അതിനകത്തൊരു തേനീച്ചക്കുട്ടൻ തേൻ കുടിക്കുന്നുണ്ട്. പോയി വന്ന് കുടിച്ചോട്ടോ, ശല്യപ്പെടുത്തില്ല കേട്ടോ. നല്ല കളറ്.
ഇതിനിടയ്ക്ക് ആരും കാണാണ്ട് നിൽക്കുന്ന ഒരു വയലറ്റ് പൂവ്. വയലറ്റ് പൂവ് പേരറിയില്ല. പേരറിയാത്ത നമ്പരത്തെ പ്രേമമെന്നാരോ വിളിച്ചു. ഇനി ഇങ്ങനെ പോയി നോക്കാം, നമുക്ക് എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടാം കേട്ടോ. നടന്നു പോരുമ്പോഴേ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്നതുകൊണ്ട് കുറച്ച് സ്ഥലത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. എന്തോ ഒരു വെള്ളപ്പൂവിൻ്റെ ഒരു മരമാണേ, എന്താണെന്നറിയില്ല. അതിൻ്റെ അപ്പുറത്ത് മൾബറിയുടെ ട്രീ ഉണ്ട്. കഴിഞ്ഞ വർഷം ഇട്ടിരുന്നു. ഇവിടെ അങ്ങനെ മൾബറി ഉണ്ടാവുന്നതൊന്നും എനിക്ക് അറിയാൻ പാടില്ല. കഴിഞ്ഞ വർഷമാണ് റിയലൈസ് ചെയ്തത്. കണ്ടോ, ആയി വരുന്നേ ഉള്ളൂ. മൾബറി നിറയെ ഉണ്ട്. ഇത് ഇവർ കഴിക്കുമെന്നറിയില്ല ഇംഗ്ലീഷുകാർ. എന്നാലും നമുക്കിത് പഴുത്ത് കഴിയുമ്പം ഇതിലേ പോകുമ്പം നമുക്ക് പറിച്ച് കഴിക്കാമെന്ന് തോന്നുന്നു. കാരണം ഈ കൊമ്പൊക്കെ പുറത്തേക്ക് നിൽക്കുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷം ഞാൻ ഇവരോട് ചോദിച്ചിരുന്നു. അപ്പോൾ അവർ നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞു. അവരങ്ങനെ കഴിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലായില്ല കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ മൾബറികളുണ്ടോ? എനിക്കൊന്ന് എൻ്റെ 2-3 കൂട്ടുകാരികളൊക്കെ ഇടയ്ക്ക് ഇട്ടായിരുന്നു. എവിടെയെങ്കിലും മൾബറി ഉണ്ടെങ്കിൽ പറയണേ. ഇനി നമ്മൾ പോകുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസിലേക്കാണ്. ഇത് ഞാൻ പല പ്രാവശ്യം ഞാനും ടീനയും റാണിയൊക്കെ കൂടി റീൽസ് ഇട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. 2 സൈഡിലും മരങ്ങൾ ഇങ്ങനെ കൂമ്പി നിൽക്കും. എന്നിട്ട് ഇത് തണുപ്പ് കാലമാകുമ്പം ഇതിലെ എല്ലാ ഇലകളും പോയിട്ട് കമ്പ് മാത്രമായിട്ട് നിൽക്കും. ഈ സമയമാകുമ്പം ഇലകളെല്ലാം തിരിച്ച് വന്ന് ഇത് കണ്ട ഇത്രയും ഭംഗിയായിട്ട് നിൽക്കും. ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ സിനിമയുടെ ഷൂട്ടിങ്ങൊക്കെ നടന്ന് കാണും. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നമുക്കിങ്ങനെ മനസ്സിനൊക്കെ ഭയങ്കര സ്ട്രെസ്സും ഒക്കെ ആയിട്ടിരിക്കുമ്പം വന്ന് അല്പനേരം ഇരിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണിത്. കേട്ടോ, പിന്നെ മരങ്ങളുടെ ഭംഗി കണ്ടോ. ഇതിങ്ങനെയാണ് ഇതിൻ്റെ മരങ്ങളുടെ ഭംഗി. ഇത് കണ്ടോ, എത്രയോ വർഷം പഴക്കമുള്ള മരങ്ങളായിരിക്കും അല്ലേ. ഇതിന് 2 സൈഡിലും ഇങ്ങനെ വെച്ചിരിക്കുക. പിന്നെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല എൻ്റെ ബ്യൂട്ടി. കണ്ടോ, ഇത് ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ. അങ്ങേയറ്റം വരെ പോവാട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ബിക്കോസ് ഐ ലവ് യു. മരങ്ങളോടും പറയാം അല്ലേ, എന്തൊരു ഭംഗിയാണ് നിന്നെ കാണാൻ. ഇതൊക്കെ വെച്ചിട്ടായിരിക്കും അല്ലേ നമ്മൾ പഴയ കവികളൊക്കെ പാട്ടൊക്കെ പാടിയിരിക്കുന്നത്. ഓരോ മരത്തിനും അതിൻ്റെ ആ കൊമ്പുകൾക്കും ചില്ലകൾക്കും ഇലകൾക്കും ഒക്കെ എന്തൊരു ഭംഗിയാണോ. ഇഷ്ടമായോ? ഇവിടെ ഒരു സൈഡിൽ വീടുണ്ട്, ഒരു സൈഡിൽ കാടാണ്. ഇതങ്ങനെ അങ്ങേയറ്റം വരെ ഉണ്ട്. അങ്ങേയറ്റത്തേക്ക് ചെല്ലുമ്പം മെയിൻ റോഡാണ്. കണ്ടോ, അതെ. ക്യൂട്ടല്ലേ, അടിപൊളിയല്ലേ, സൂപ്പറല്ലേ, മനോഹരിയല്ലേ. മനോഹരി നിൻ മനോരഥത്തിൽ പാട്ടൊക്കെ ഓർമ്മ വരുന്നു കേട്ടോ. പാടാനറിയില്ല ചേച്ചിക്ക്. പാട്ടറിയുന്ന ഒരുപാട് പേരുണ്ട് എൻ്റെ ഇത് കാണുന്നവർ. നിങ്ങളൊക്കെ ഓരോ പാട്ടുകൾ ഇതിൻ്റെ അടിയിൽ എഴുതിയിടുക കേട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏത് പാട്ടാണ് ഓർമ്മ വരുന്നതെന്ന്. കണ്ടോ, ബ്യൂട്ടി മനസ്സിലായോ? നമുക്ക് തിരിച്ചു പോകാനേ. നമ്മൾ പോകാൻ പോണത് ഇതിലും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നതേ. വരൂ, എൻ്റെ കൂടെ വരുന്നുണ്ടോ നിങ്ങൾ? തിരിച്ച് നടക്കുവാണ് കേട്ടോ. ഈ ദിവസങ്ങളിൽ നമ്മുടെ മദേഴ്സ് ചാരിറ്റി ട്രസ്റ്റിമാർക്ക് വന്ന റിക്വസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ, നമ്മുടെ കയ്യിൽ ഫണ്ട് ഇവിടെ നിന്ന് അയക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അപ്പം തന്നെ അയച്ചു കൊടുക്കാൻ തോന്നുന്ന ഒരുപാട് റിക്വസ്റ്റുകളാണ്. ഒരുപാട് സ്റ്റുഡൻസ് അവർക്ക് ലോൺ കിട്ടുന്നില്ല, അവർക്ക് ഫീസ് അടയ്ക്കാനായിട്ട് പറ്റുന്നില്ല. ഇവിടെ ഫീസ് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ നഴ്സിംഗ് സ്കൂളുകാർ പരീക്ഷ എഴുതിപ്പിക്കില്ല. അതിൻ്റെ സ്ട്രെസ്സ്, ടെൻഷൻ, ലോൺ കിട്ടുമോ, അമ്മയുടെ വിഷമം, സഹോദരങ്ങളുടെ വിഷമം, സ്റ്റുഡൻറ്റിൻ്റെ വിഷമം, അങ്ങനെയുള്ള ഒരുപാട് റിക്വസ്റ്റുകൾ വന്നു. അതുകൂടാണ്ട് ഗൾഫിൽ പലവിധ കാരണങ്ങളാൽ ജോലി പോയിട്ട് ഇനി മുന്നോട്ട് എന്താണ് എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളും സഹോദരങ്ങളൊക്കെ നമുക്ക് മെസ്സേജ് വിട്ടു. പിന്നെ അതിൻ്റെ കൂടെ ഒരുപാട് രോഗികളുടെ മെസ്സേജുകൾ, അവരുടെ റിലേറ്റീവ്സിൻ്റെ മെസ്സേജുകൾ, ഹസ്ബൻഡ്, വൈഫ്, ബ്രദർ, സിസ്റ്റർ, കൂട്ടുകാർ, അവർക്കൊക്കെ ഒന്നല്ലെങ്കിൽ റീനൽ ഫെയിലിയർ, ഡയാലിസിസ് 2-3 ടൈംസ് പെർ വീക്ക്, അതല്ലെങ്കിൽ ലിവർ പ്രോബ്ലം, അതല്ലെങ്കിൽ ക്യാൻസർ, അല്ലെങ്കിൽ ആക്സിഡൻറ്റ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ള എത്രമാത്രം റിക്വസ്റ്റുകളാണെന്നറിയാമോ ഈ ദിവസങ്ങളിൽ. ഈ ഒരു വിത്തിൻ 1 മന്തിൽ ഞങ്ങൾക്ക് കിട്ടിയത്. എല്ലാം ആഡ് ചെയ്ത് വെച്ചു. എല്ലാം കൂടി നമുക്ക് ഒപ്പം കൊടുക്കാൻ പറ്റില്ലല്ലോ. അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ കഴിഞ്ഞ് നമുക്കതിൻ്റേതായ രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനിടയ്ക്ക് 2-3 പേരുടെ മെസ്സേജ് എനിക്ക് വന്നു. ഇതിനു മുൻപ് നമ്മൾ ഹെൽപ്പ് ചെയ്തേക്കണവരാണേ. അപ്പം ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, ചേച്ചിയുടെ വീഡിയോ ഒക്കെ ഞാൻ കാണാറുണ്ട്, കമൻ്റ് ഇടാറില്ല എന്നേ ഉള്ളൂ. എനിക്കതൊരു ഭയങ്കര ആശ്വാസമാണ് വീഡിയോ കാണുന്നത്. അവിടുത്തെ പച്ചപ്പും അവിടുത്തെ ഈ പൂക്കളും ചേച്ചിയുടെ പറയുന്ന ഒരു രീതിയും
ആ ഒരു നാടൻ രീതിയിൽ ചേച്ചിയുടെ സംസാരവും ഇതെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് വലിയൊരു ആശ്വാസമാണ് ചേച്ചി. ഞാൻ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ചേച്ചിയുടെ വീഡിയോസൊക്കെ കാണാറുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസ്, ഇനി ഇടണേന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞേക്കുമ്പോഴാട്ടോ പിന്നെ ഇടാനായിട്ടുള്ളൊരു ടെംപ്റ്റേഷൻ വരുന്നതേ. അപ്പം എല്ലാവരോടും നമുക്കെല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ളത്, നമ്മൾ എന്ത് കാര്യം വന്നാലും സ്ട്രെസ് എടുത്തിട്ട് ഒരു ഫലമില്ല, ടെൻഷൻ എടുത്തിട്ട് ഒരു ഫലമില്ല. എൻ്റെ ചേച്ചി എന്താ പറയുന്നത്, യോഗയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ചേച്ചി എപ്പോഴും പറയും, മക്കളെ നിങ്ങൾ ടെൻഷൻ എടുക്കല്ലേ, ടെൻഷൻ എടുത്തിട്ട് ഇപ്പം നിങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ആ കാര്യങ്ങൾക്ക് കുറവോ കൂടുതലോ ഒന്നും വരില്ല, അത് അതുപോലെ തന്നെ വരും. നമുക്ക് ആകെ പറ്റുന്നത് സപ്പോർട്ട് ചെയ്യാം, പ്രാർത്ഥിക്കാം, ചിന്തിക്കാം ഏത് രീതിയിലാണ് ഇതിനെ നമുക്ക് പോസിറ്റീവായിട്ട് കാണുന്നതെന്ന് ചേച്ചി എപ്പോഴും പറഞ്ഞു തരും. അപ്പം എനിക്കും എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ സ്ട്രെസ് എടുത്തിട്ട് കാര്യമില്ല, ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മൾ പണ്ട് നമ്മുടെ കാരണവന്മാർ പറഞ്ഞ പോലെ ഒരു വാതിലടയുമ്പോൾ 9 വാതിൽ ദൈവം തുറന്നു തരുമെന്ന് നമ്മളൊക്കെ പഠിച്ചിട്ടില്ലേ? നമ്മൾ എത്ര പേരോടെ പറഞ്ഞിരിക്കുന്നതല്ലേ? നമുക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്തോരം പ്രശ്നങ്ങളൊക്കെ ആയിട്ടല്ലേ നമ്മളൊക്കെ ഇവിടെ എത്തിയിരിക്കുന്നത്. ഞാനൊക്കെ എത്രയോ പ്രശ്നങ്ങളിലൂടെയാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. UK വന്നിട്ടും എത്രയോ വാതിലുകളാണ് അടഞ്ഞത്, എത്രയോ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായത്. എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു. എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ പോലും അറിയാത്ത എത്രയോ പേരാണ് എന്നെ സപ്പോർട്ട് ചെയ്തത് പലവിധ കാരണങ്ങളാൽ. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടാവും ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ വളരെ സ്ട്രെസ്സായിട്ടിരിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു വീഡിയോ ആണ് കേട്ടത്. ഈ പച്ചപ്പും ഈ മരങ്ങളും ഇതിലെ പഴങ്ങളും ഈ പൂക്കളും ഒക്കെ കാണുമ്പം നമ്മുടെ മനസ്സിന് കുറച്ച് സമയമെങ്കിലും ഒരു ആശ്വാസം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഈ ആഴ്ച ഇവിടെ റിമി ടോമിയുടെ ഒരു പരിപാടിയുണ്ട്. എനിക്ക് റിമി ടോമിയെ പണ്ട് തുടങ്ങിയ വലിയ ഇഷ്ടമാണ്. ഞാൻ ദുബായിലായിരുന്നു പണ്ടേ. അപ്പോൾ അന്ന് എനിക്ക് റിമി ടോമി, അന്ന് റിമിയൊക്കെ വളരെ യങ് ആയിട്ടുള്ള പ്രായത്തിലെ പാട്ടൊക്കെ പാടുമായിരുന്നല്ലോ. അപ്പോൾ അന്ന് ഞാൻ ലെറ്ററൊക്കെ എഴുതി റിമിക്ക്, റിമിയുടെ ആ ഒരു കുസൃതി, റിമിയുടെ പാട്ട്, ഒരു പോസിറ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതൊന്നും കിട്ടിക്കാണില്ലായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ എനിക്കൊന്നൊരു 8-10-12 വർഷങ്ങൾക്ക് മുൻപ് ഒരു സ്ഥലത്ത് ഇവിടെ റിമിയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നേ. അപ്പോൾ അന്ന് ഞങ്ങൾ ഫാമിലിയായിട്ട് പോയി കണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അടുത്ത് കാണാനോ അങ്ങനെയൊന്നും പറ്റില്ലായിരുന്നു, ഭയങ്കര ദൂരെയായിരുന്നു. പക്ഷെ ഇപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു പരിപാടി വരുന്നുണ്ട്. അപ്പോൾ അത് ഈ ശനിയാഴ്ചയാണ്. ഞങ്ങളെല്ലാവരും ടീന ഡാൻസ് ഗ്രൂപ്പ്, ടീനയുടെയൊക്കെ ഒരു ഓപ്പണിംഗ് ഡാൻസ് ഉണ്ട്. അതും ഒക്കെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ വെയിറ്റിംഗ് ആണ് റിമിയെ കാണാനായിട്ട്. ആ ഒരു 2-3 മണിക്കൂറിലേക്ക് നമ്മുടെ സ്ട്രെസ്സും നമ്മുടെ വിഷമങ്ങളൊക്കെ ഒന്ന് മറന്ന് ആസ്വദിക്കാനായിട്ട്. അങ്ങനെയൊക്കെ ആർക്കെങ്കിലുമൊക്കെ അവസരം കിട്ടുവാണെങ്കിൽ ആസ്വദിക്കുക മക്കളെ. കാരണം നമ്മളെപ്പോഴും നമുക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളായിരിക്കും, പ്രശ്നങ്ങളില്ലാത്ത ജീവിതമില്ല. അപ്പോൾ ഈ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ നോക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ അല്പമെങ്കിലും ഒരു ദിവസത്തിൽ കുറച്ച് സമയങ്ങളൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ അതൊന്നും ചിന്തിക്കാണ്ട് ഒന്നിരിക്കാനായിട്ട് എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ. ബുദ്ധിമുട്ടാണെന്നറിയാം, എന്നാലും ചേച്ചി പറയുവാണ്. ഞാനിപ്പോൾ പറഞ്ഞു വന്നത്, ഞാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇത് ഇവിടേക്കാണ്, നമ്മുടെ വണ്ണാത്തിപ്പുഴ. നമ്മൾ പേരിട്ടല്ലോ ഇതിന് വണ്ണാത്തിപ്പുഴ എന്ന്. വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് താറാവുട്ടന്മാരൊക്കെ ഉണ്ടല്ലോ. ചേച്ചിയെ നോക്കിയിരിക്കുമായിരുന്നോ? ഇന്ന് ചേച്ചി മാത്രമല്ല, നമ്മുടെ കൂട്ടുകാരൊക്കെ കാണൂട്ടോ വീഡിയോ. നല്ല മിടുക്കന്മാരായിട്ട് നീന്തിയേ കാണട്ടെ, എങ്ങനെ നീന്തണമെന്ന് കാണട്ടെ. ആ പുല്ലിൻ്റെ അടുത്തേക്കൊന്ന് വന്നേ. വാ, പേര് വിളിക്കണോ? എന്താ പേര് വിളിക്കണ്ടേ? മണിക്കുട്ടാന്ന് വിളിച്ചാലോ? മണിക്കുട്ടാന്ന് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോവുക. അപ്പോൾ മണിക്കുട്ടനല്ലായിരിക്കും, ഇംഗ്ലീഷ് പേരായിരിക്കും വിളിക്കേണ്ടത്. ഹലോ, ഹായ് ടോണി, ഹായ് സ്വീറ്റി, അങ്ങനെ വിളിച്ചാലോ? ഹലോ, ഹായ് ഡോൺ, ഹായ് റോൺ, അങ്ങനെ അങ്ങോട്ട് പോവുക. നമുക്ക് ഈ സൈഡിലേക്കൊന്ന് പോയി നോക്കാം കേട്ടോ. അവിടേക്കാണ് കൂടുതൽ താറാവിനെ കാണുന്നത്. അത് പക്ഷെ ഒറ്റ താറാവുള്ളേ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വെള്ളത്തിൻ്റെ അടുത്ത് എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് ഒരുപാട് പ്രോബ്ലംസൊക്കെ ഉണ്ടല്ലോ ഈ ചാരിറ്റി ചെയ്യുമ്പോഴും, പിന്നെ പേഴ്സണലായിട്ടും വീട്ടിലും മക്കളും ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ ഒക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മറക്കാനായിട്ട് എനിക്ക് ഏകാന്തത ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ഞാനിങ്ങനെ ഇവിടെ വന്ന് നടക്കും, ഒരു 1.5 മണിക്കൂർ ഇങ്ങനെ നടക്കും. അത് പ്രത്യേകിച്ച് ഈ ഒരു സ്ഥലത്തേക്കാണ് നടക്കുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് കിട്ടുന്നൊരു വൈബ്, അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്നൊരു പോസിറ്റീവായിട്ട് എനിക്ക് ചിന്തിക്കാനായിട്ടുള്ളൊരു കഴിവ്. അതുകൂടാതെ എനിക്ക് പുതിയ പുതിയ ചിന്തകൾ, ചിലപ്പോൾ ചാരിറ്റി ആയിരിക്കാം, അതെങ്ങനെ കൊണ്ടുപോകും, ഒരു കേസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ ഒരു പഠനത്തിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു എന്താ പറയുന്നത് ഒരു രോഗമായിരിക്കാം, കല്യാണമായിരിക്കാം, അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നൊക്കെ എനിക്കിങ്ങനെ നടക്കുമ്പം എനിക്ക് കിട്ടുന്ന എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു ചിന്തകൾ. അപ്പോഴൊക്കെ ആയിരിക്കും എൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യണേ, അല്ലെങ്കിൽ എൻ്റെ ബ്രെയിനൊന്നും വർക്ക് ചെയ്യില്ല എന്ന് തോന്നുന്നു അല്ലേ, ആയിരിക്കാം ചിലപ്പം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നടക്കാനായിട്ട്. അതെനിക്കൊന്ന് ഞങ്ങളുടെ വീട്ടിൽ ഡോഗ് വന്നു തുടങ്ങിയ പിന്നെ കേട്ടോ ഇങ്ങനെ ഒരു ഇത് തുടങ്ങിയത്. പക്ഷെ അവനെ കൊണ്ട് വരുമ്പോൾ നമുക്കങ്ങനെ ഇത്ര ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അവനില്ലാത്തപ്പോഴേ എനിക്കിങ്ങനെ ഇത്ര ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നോക്കിയാൽ ഈ വെള്ളത്തിലേക്ക് ഈ മരങ്ങളൊക്കെ ഇങ്ങനെ തളർന്നൊടിഞ്ഞായിരിക്കില്ലല്ലോ, നല്ല ഉഷാറോടുകൂടി നിൽക്കണതായിരിക്കും. നോക്കിയേ, ഇന്ന് ഇവർ വെട്ടിക്കളയണ പോലുമില്ല അല്ലേ.
എന്താണെന്നറിയില്ല വെട്ടിക്കളയാത്തത്. നമ്മുടെ കൂടെ വന്ന ആ കുട്ടനാണോ ഇത്? ദേ ഒരെണ്ണമുണ്ട് ഇവിടെ, അങ്ങോട്ടേക്ക് അവിടെ കുറച്ചുണ്ടേ. ഇതേ പറന്നു പോകണമൊക്കെ. ഇപ്പോഴത്തെ താറാവുകൾ പറക്കും, ദേ പോകണം. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ. പറന്ന് ചെല്ലാൻ പറ്റാത്ത കാടുണ്ടോ ശരിക്കും? നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും നമുക്ക് ചെല്ലാൻ പറ്റുമെന്നേ. നമ്മുടെ ഇപ്പോൾ ഏത് പ്രൊഫഷനിലാണ് നമ്മുടെ ഈവൻ പ്രത്യേകിച്ച് ലേഡീസ് ഇല്ലാത്ത പ്രൊഫഷൻ ഏതാ ഉള്ളത്? എല്ലായിടത്തും ഉണ്ട് അല്ലേ? അതുമല്ല ചെറുതും വലുതുമായ ഏത് ജോലിക്കും അതിൻ്റേതായ ഒരു പ്രൗഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ നമ്മൾ എൻജിനീയേഴ്സും ഡോക്ടേഴ്സും അല്ലാതെ എത്രയോ പേരാണ്, ലൈക്ക് പ്ലംബറായിട്ടും സ്വീപ്പറായിട്ടും ക്ലീനിങ് ആയിട്ടും. ഇങ്ങോട്ട് വരുവാണോ? ആൻറ്റിയുടെ അടുത്തേക്ക് വരുവാണോ? അവരൊക്കെ വർക്ക് ചെയ്യണം. എനിക്ക് അവരെയൊക്കെ ഭയങ്കര, അവരെന്നല്ല എല്ലാവരും മനുഷ്യരാണ്. ഏത് ജോലിക്കും അതിൻ്റേതായ സ്റ്റാറ്റസ് ഉണ്ട്. നമുക്ക് ജോലി എടുക്കാണ്ട് ജീവിക്കാൻ പറ്റൂല അല്ലേ? ഇതൊക്കെ ഇതാരേ വന്നേക്കണത്? കുണുങ്ങി 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 പോകും പൂ. ഇത് കണ്ട ഒരു പോണത് കണ്ട? ആരാണ് നോക്കിയേ പോണത്? അരയന്നം പോണത് കണ്ട? കുണുങ്ങി പോകുന്ന അരയന്നത്തെ കണ്ടോ? എൻ്റെ കയ്യിൽ എന്താണ്ടുണ്ടെന്ന് വിചാരിച്ച് ഇവരൊക്കെ കൂടി എൻ്റെ അടുത്തേക്ക് വന്നേക്കാം. എൻ്റെ അടുത്ത് ഒന്നുമില്ല കുട്ടികളെ. നീ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം, അങ്ങോട്ട് തന്നെ പോകാം അല്ലേ? എന്തോരം സംസാരിക്കണമല്ലേ. എൻ്റെ വീട്ടിൽ എൻ്റെ മോള് പറയും, മമ്മി അതിൻ്റെ സ്വിച്ച് ഒന്ന് പതുക്കെ ഓഫ് ചെയ്തേ, കാരണം എൻ്റെ സംസാരത്തിൻ്റെ പോണു. എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതും എൻ്റെ കൂടെ ഇങ്ങനെ ആരെങ്കിലും സംസാരപ്രിയരുണ്ടെങ്കിൽ അതിലും ഇഷ്ടമാണ്. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 4 പേരാണ് ഉള്ളതേ, 4 പിന്നെ ഡോഗും. അവന് കുറയ്ക്കാനല്ലേ അറിയാവൂ. ഞങ്ങളുടെ വീട്ടിലുള്ള 3 പേരും വളരെ ലളിതമായിട്ട് സംസാരിക്കുന്നവരാണ്, ലിമിറ്റഡ് ടോക്കുകാരാണ്. എൻ്റെ വീട്ടിൽ സംസാരിക്കുന്നത് ഞാനാണ് ശരിക്കും പറഞ്ഞാൽ. അവിടെ കുറച്ച് താറാവുണ്ട് കേട്ടോ. പറഞ്ഞു വന്നത് എന്തായിരുന്നു? സബ്ജക്റ്റ് മാറിപ്പോയി അല്ലേ? അതെ, ചെറുതും വലുതുമായ എല്ലാ ജോലികൾക്കും അതിൻ്റേതായ സ്റ്റാറ്റസ് ഉണ്ട്, അതിൻ്റേതായ ഒരു വാല്യൂ ഉണ്ട്. സോ നമുക്ക് എല്ലാ ജോലിക്കാരെയും റെസ്പെക്റ്റ് ചെയ്യാം. ഈ ഇടയ്ക്ക് എവിടെയോ ഞാൻ കണ്ടു, ഏതോ ഒരു ചെറിയ ജോലി ചെയ്യുന്നവരെ റെസ്പെക്റ്റ് ചെയ്തില്ല എന്ന്. അയ്യോ, എനിക്ക് ഏറ്റവും ചെറിയ ജോലി ചെയ്യുന്നവരോട് എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ ക്ലീനിങ്, പിന്നെ നമ്മുടെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യൽ. ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളും ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാറുണ്ട്. നമ്മുടെ ചിലപ്പോൾ ഡ്യൂട്ടി സമയത്താവാം, അല്ലെങ്കിൽ വീട്ടിലാവാം. വീട്ടിലൊക്കെ നമ്മൾ തന്നെയാട്ടോ ചെയ്യുന്നത്, ആരുമില്ല ചെയ്യാനായിട്ട്. അപ്പം നമ്മുടെ ഡ്യൂട്ടി സമയത്തൊക്കെ ചിലപ്പോൾ ക്ലീനിങ് സെക്ഷൻകാരില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചെയ്യും, ചിലപ്പോൾ മാനേജർ ചെയ്യും, എല്ലാവരും ചെയ്യും. ഇവിടെ അങ്ങനെ ഒരു ചെറുപ്പ വലിപ്പ വ്യത്യാസമില്ല. ഹലോ, ഹൗ ആർ യു? ചിലപ്പോൾ ഇംഗ്ലീഷുകാരായിരിക്കും. ഹൗ ആർ യു? വേർ ആർ യു ഗോയിങ്? വേർ ആർ യു ഗോയിങ്? ഹലോ ഹലോ. നന്ദിനിയാണോ ഇത്? ഇത് മാലിനിയാണോ? മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർക്കാറ്റേ. അവിടെ ഇരുന്ന് ഒരാൾ കുളിച്ച് തുവർത്തണു. അവർക്ക് ഇഷ്ടമായേ. അടിപൊളി, സൂപ്പർ സൂപ്പർ സൂപ്പർ. തിരിഞ്ഞ് നടക്കും കേട്ടോ. അപ്പോഴത്തേക്ക് ഒരു ചേച്ചി വന്നിട്ട് എന്നോട് വർത്താനം പറഞ്ഞു. അവരെന്നോട് പറയുമോ ഇത് ബ്യൂട്ടിഫുൾ അല്ലേ പ്ലേസ്? അപ്പോൾ അവർ പറയും അവർ നമ്മുടെ നാട്ടിൽ പോയിട്ടുണ്ടെന്ന്, കേരളത്തിൽ ഇതുപോലെയാണ് അവിടെ. അത് പണ്ടായിരിക്കും അല്ലേ, ഇത്രയും പച്ചപ്പുണ്ടോ മക്കളെ നമുക്കിപ്പം? ഞാനും പറഞ്ഞു വെരി ബ്യൂട്ടിഫുൾ പ്ലേസാണ്, വെരി ഗ്രീനറി ആണെന്നൊക്കെ ഞാനും പറഞ്ഞു. അങ്ങനെയാണെന്ന് ഇരിക്കട്ടെ, നമ്മുടെ നാടിനെ പറ്റി എപ്പോഴും നമ്മൾ പ്രൗഡായിട്ട് സംസാരിക്കുക. ഞാൻ ഇന്നാൾ എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോൾ നമ്മളെ തന്നെ ഇങ്ങനെ പറയുമല്ലോ, അയ്യോ എനിക്ക് ആ കഴിവില്ല ഈ കഴിവില്ല എന്നപ്പം ഒരാളിനോട് പറഞ്ഞു, അങ്ങനെ ഒരിക്കലും പറയരുത്. നമുക്ക് നമ്മുടെ കഴിവുകൾ നമ്മൾ ഉയർത്തി കാണിക്കുക. എനിക്ക് ആ കഴിവുണ്ട്, എനിക്ക് സംസാരിക്കാൻ പറ്റും, എനിക്ക് മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റും, സ്നേഹിക്കാൻ പറ്റും, എനിക്ക് ദയുണ്ട് അല്ലേ? ഇതൊക്കെ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ഇതിലിടയിൽ? ആരും ഉണ്ടാവില്ല, എല്ലാവർക്കും ഉണ്ടാവും. അങ്ങനെ നമ്മൾ തന്നെ നെഗറ്റീവായിട്ട് കാണരുതെന്ന്. ഇവിടെ നമ്മൾ നേഴ്സിൻ്റെ അല്ല ഏത് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമ്മുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ് നമ്മുടെ ക്വാളിറ്റീസ് എന്ന്. അപ്പോൾ ആദ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പോയപ്പോൾ ഞാൻ വിചാരിക്കും ദൈവമേ നമ്മുടെ ക്വാളിറ്റീസ് നമ്മൾ തന്നെ ഇങ്ങനെ പറയുമോ എന്ന്. പക്ഷേ നമ്മൾ പറയണം നമ്മുടെ ക്വാളിറ്റീസ് എന്താണെന്ന് നമ്മൾ തന്നെ നമ്മുടെ ശബ്ദത്തിൽ ഇവിടുത്തെ എന്താ പറയുക ഇൻ്റർവ്യൂ ചെയ്യുന്നവർക്ക് കേൾക്കണം. അതൊരു ഭയങ്കര ഇതല്ലേ. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞില്ല കേട്ടോ. ഞാനിപ്പോൾ ഓപ്പോസിറ്റ് ദിശയിലേക്ക് നടക്കുവാണേ. അപ്പോൾ ഇവിടെ ഓരോ ബെഞ്ചുമ്മയും, ഇവിടെ എല്ലായിടത്തും ബെഞ്ചിട്ടിട്ടുണ്ട്, ഓരോ ബെഞ്ചുമ്മയും ഇംഗ്ലീഷുകാരിരിക്കുക. ശരിക്കും അവരൊരു 10 മണി 10:30 ആകുമ്പോഴത്തേക്കും, നേരത്തെ വരുന്നവരുണ്ട്, ഇങ്ങനെ വന്ന് റിലാക്സ് ചെയ്ത് ചിലപ്പോൾ ഒരു ബിയറൊക്കെ കുടിച്ച് അങ്ങനെ അവർ നമ്മുടെ ആൾക്കാരെ കുടിക്കുന്ന പോലെ അല്ല കേട്ടോ. ഒരു പതുക്കെ ഒരു സിപ്പൊക്കെ എടുത്ത് എൻജോയ് ചെയ്ത് കഥകളൊക്കെ പറഞ്ഞ് കൂട്ടിന് ആരെങ്കിലും ഉണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെ ഇവർ ശരിക്കും ഇവരുടെ ലൈഫ് എൻജോയ് ചെയ്യുക. ഞങ്ങൾക്കിവിടെ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായതേ, നമ്മളൊക്കെ എന്ന് വെച്ചാൽ മലയാളികൾ, നമുക്ക് എന്തൊക്കെ പ്രാരാബ്ദങ്ങളല്ലേ. നമ്മുടെ വീട്, നാട്, ബന്ധുക്കൾ, സ്വന്തക്കാർ, നമ്മുടേതായ കുറേ ലോൺസ്, ക്രെഡിറ്റ് കാർഡ്, അത് ഇത് കുന്തം കടച്ചൊക്കെ കുറേ ഉണ്ടാവുമല്ലോ. അപ്പം നമ്മുടെ ശമ്പളമൊക്കെ കിട്ടുമ്പോൾ നമ്മൾ അതിനകത്തേക്കാണല്ലോ എല്ലാം പോകുന്നത്. പക്ഷെ ഇവരങ്ങനെയല്ല,
ഇവരിപ്പം ഈ മാസം അവർക്ക് എത്ര ചിലവുണ്ടെന്ന് വെച്ചാൽ ആ ചിലവിനുള്ളത് മാത്രമേ ഇവർ ചെയ്യുള്ളൂ. എന്നുവെച്ചാൽ അവരുടെ പേഴ്സണൽ ചിലവാണ്, അത് അവർക്ക് അപ്പനും അമ്മയ്ക്കും ഒന്നും കൊടുക്കണ്ട. ഇവിടെയൊക്കെ അങ്ങനെയാണ് ഇവിടുത്തെ ജീവിതം. പണ്ട് തുടങ്ങിയേ അങ്ങനെയാണ് അവർ പഠിച്ചതും അവരെ പഠിപ്പിച്ചതും. അപ്പോൾ അവർക്കങ്ങനെ ബാധ്യതകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ അവർ ഈ മാസം ഒരു ഹോളിഡേക്ക് പോകണമെന്ന് വിചാരിച്ചോ, അപ്പോൾ അവർ 2 ഡ്യൂട്ടി കൂടുതൽ ചെയ്യും. അപ്പോൾ അവർ പറയും നമ്മളിത് ചെയ്യുന്നത് ഈ മാസം ഹോളിഡേ ഉണ്ടെന്ന് പറയും. എൻഡ് ഓഫ് ദ മന്ത് അവരുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല, പിന്നെ സാലറി കിട്ടണം അവർക്ക്. അതവർ അങ്ങനെയാണ് അവർ ലേൺ ചെയ്തേക്കണത്. പെട്ടെന്ന് അങ്ങനെ ഒരു പോയിൻ്റ് തോന്നി കേട്ടോ. നിങ്ങൾക്ക് മടുത്ത മക്കളെ, ഇതൊന്ന് കാണിക്കാനായിട്ടേ അങ്ങേയറ്റത്ത് കുറേ താറാവുകൾ ഉണ്ടാവാറുണ്ട്. അവിടേക്കൊന്ന് പോവായിരുന്നു. ആരെങ്കിലും കിട്ടുവാണെങ്കിലും നിങ്ങൾക്കൊരു സന്തോഷമല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ എന്തോരം താറാവുകളല്ലേ. പക്ഷെ ഇപ്പം ഞങ്ങളുടെ പാടത്തൊന്നും അങ്ങനെ വരണ്ടോയെന്ന് അറിഞ്ഞൂടാ കേട്ടോ. പണ്ടൊക്കെ ഞങ്ങളുടെ പാടത്ത് ഇഷ്ടം പോലെ താറാവുകൾ വരുമായിരുന്നു. ഞങ്ങളുടെ വീട് പാടത്തിന് നടുക്കായതുകൊണ്ട് നമ്മുടെ വീട്ടിൽ കുറച്ച് പറമ്പുണ്ടേ. അപ്പോൾ അവിടെ ഇങ്ങനെ ഈ താറാവിന് രാത്രി താമസിക്കാനായിട്ട് വലിയ വല കിട്ടും. എന്നിട്ട് വലിയ വല കിട്ടിയിട്ട് അതിനകത്താണ് താറാവുകളെ കൊണ്ടുവന്നാക്കണത്. അപ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് പെർമിഷൻ മേടിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഈ ചേട്ടന്മാർ വരുമല്ലോ താറാവുകളെ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ പോയി നിൽക്കും, എന്തിനാ മുട്ട കിട്ടാനായിട്ട്. ഞങ്ങൾക്ക് മുട്ട കിട്ടും. എന്ത് രസമല്ലേ ആ മുട്ട. അവിടുന്ന് അപ്പം അത് ചൂടുള്ള മുട്ടയായിരിക്കും ചിലപ്പോഴേ. ആ മുട്ട ഇങ്ങനെ എടുക്കാനായിട്ട് എന്ത് രസമാണ്. ഞങ്ങൾ നോക്കിയിരിക്കും ഇങ്ങനെ ആ മുട്ടയ്ക്ക് വേണ്ടിയിട്ട്. അത് 10ഉം 100ഉം 200ഉം താറാവാ, ചെറുതൊന്നുമല്ല. എന്നിട്ട് അങ്ങനെ നമ്മൾ പോവും. അവർക്ക് അങ്ങ് തീറ്റ കൊടുക്കുന്ന സമയത്ത് 3 താറാവുകൾ, അച്ഛനും അമ്മയും കൊച്ചും. എവിടേക്കാണ് 3 പേരും കൂടിയും? കല്യാണം വല്ലതുണ്ടോ ഇന്ന്? സാരി എടുക്കാൻ പോവാണോ? എവിടേക്കാണ് സാരി എടുക്കാൻ പോകുന്നത്? പട്ടുസാരിയാണോ, കാഞ്ചീപുരമാണോ, അതോ ഇപ്പോൾ കോട്ടൺ ആണോ? അത് ചിലപ്പോൾ കൊച്ചായിരിക്കുമേ. ഇപ്പോഴൊക്കെ പിള്ളേരാണല്ലോ നമ്മളെ ഗൈഡ് ചെയ്യണത്. അച്ഛനും അമ്മയും ബാക്കിൽ കൂടെ പോകണം. ചുണ്ട് കാണാൻ എന്തൊരു ഭംഗിയാണോ. ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടോ? ബൈ ബൈ. അങ്ങോട്ട് പോയി. ഇന്ന് നിങ്ങൾ കാണിച്ചു തരാനായിട്ടൊരു പുതിയ കാഴ്ച ഉണ്ട് കേട്ടോ. എന്താന്ന് കാണിച്ചു തരട്ടെ. ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഈ ഫോൺ ഇങ്ങോട്ടൊന്ന് മാറ്റട്ടെ. ഇവിടെ ആരോ വരുന്നുണ്ട്. ഇത് നോക്കിയേ, നമ്മുടെ താറാവ് കുട്ടന്മാരെ കരയിൽ കയറിയിരുന്ന് റെസ്റ്റ് ചെയ്യുക. സൂം ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. ചിലപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അങ്ങോട്ട് പോവും. നല്ല വലുതാണല്ലോ. എന്തൊരു വലുതാണോ. എത്ര എണ്ണം ഉണ്ട്. ഇവിടെ കൊത്തുക. നമ്മുടെ അടുത്തേക്ക് വരുമെന്ന് അറിയത്തില്ല കേട്ടോ. നമ്മളെ കൊത്തുമോ ഇത്? ഇല്ലയെന്ന് തോന്നുന്നു അല്ലേ. റെസ്റ്റ് ചെയ്യുക. കുറച്ച് പേര് റെസ്റ്റ് ചെയ്യണം. അവിടെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ റെസ്റ്റ് ചെയ്യുന്നവർ. ഒരു ചേച്ചി അവിടെ എന്താണ് കൊടുക്കണ്ടേ. ഇതുണ്ടോ? ഇത് അധികം ആയിട്ടില്ല കേട്ടോ. കുഞ്ഞുങ്ങളാണേ. കുഞ്ഞുങ്ങളത് കണ്ടോ. അങ്ങോട്ട് പോയാൽ ചിലപ്പോൾ അച്ഛനും അമ്മയും 3 കുഞ്ഞുങ്ങളും കണ്ടോ. കുഞ്ഞുങ്ങളിങ്ങനെ കുത്തി കഴിക്കണുണ്ടോ. ചേട്ടാ എന്തൊക്കെയായിരിക്കുമല്ലേ അവരാലോചിക്കുന്നത്. ഇന്ന് ആരെങ്കിലും വന്ന് ഇവരെ പിടിച്ചുകൊണ്ട് പോവോ, എൻ്റെ കുഞ്ഞുങ്ങൾ സേഫാണോ, ആരെങ്കിലും കൊണ്ടുപോകുമോ, അവർക്ക് തീറ്റ ഇനഫ് ഉണ്ടോ, വെള്ളത്തിലിറങ്ങാൻ പറ്റുമോ അല്ലേ. ഒരു താറാവ് ഒറ്റക്കാലിൽ നിൽക്കണോ. കണ്ടോ, ഒറ്റക്കാലിൽ നിൽക്കണൊരു താറാവ്. ചേട്ടാ ആരും കൊണ്ടുപോയില്ല കേട്ടോ, വിഷമിക്കണ്ട കേട്ടോ. പിന്നെ ഇങ്ങോട്ട് പോട്ടെ. ഇവിടെ കുറച്ച് പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്നവരുണ്ട്. ഇവിടെ ഈ താറാവിന് വയ്യാഞ്ഞിട്ടാണോന്ന് അറിയില്ല കേട്ടോ. പറഞ്ഞ് ഇങ്ങനെ കിടക്കണു. അല്ലായിരിക്കും അല്ലേ. എന്ത് രസമല്ല എൻ്റെ ആ തൂവൽ കാണാനായിട്ട്. ചിലപ്പോൾ ഉച്ചക്കലത്തെ അവരുടെ ഭക്ഷണം കഴിഞ്ഞ് കിടക്കണതായിരിക്കും അല്ലേ. അതുകൂടാണ്ട് അവിടെ 2 എണ്ണം വലുതാണേ. എന്തൊരു വലുതാത്. ഇവിടെ വലുത്. അതിനടുത്ത് നോക്കിയാൽ കുഞ്ഞുങ്ങൾ, കൊച്ചു കുഞ്ഞുങ്ങൾ. ഇതൊക്കെ എടാ കുഞ്ഞിക്കിടാവാണോടാ അത്. കുഞ്ഞാണോടാ അത്. രാജാണോ. നല്ല ചുന്നരി മുത്തുകളാണല്ലോ ഇവരൊക്കെ. എന്തൊരു സൗന്ദര്യമാണോ നിങ്ങൾക്കൊക്കെ കാണാനായിട്ട്. ഒന്നുകൂടി അടുത്ത് കാണാട്ടോ അവരെ. ഒരടുത്ത് വന്നിരുന്നു. എന്തോ ഒറ്റക്കാലിലുള്ള താറാവ് അങ്ങനെ തന്നെ നിൽക്കുവാണല്ലോ. താറാവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുകയാണേ. വേറൊരു പുള്ളിക്കാരത്തി അവരതിലും എടുക്കുക, പടമൊക്കെ എടുക്കുക. ഭയങ്കര ഒഫീഷ്യലായിട്ട്. ഇങ്ങനെ ഇഷ്ടമുള്ളവരിഷ്ടം കുറേ പേരുണ്ടാവുമല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങോട്ട് ക്യാമറ കൊണ്ടോട്ടെ. ഇവരെങ്ങോട്ടാണാവോ ഈ താറാവൂട്ടം പോണേ. തനിച്ച് പോണേ, ആരുമില്ല കൂട്ടിന്. ഏകാന്തതയിലേക്ക് പോകും അവർ. ഇവിടെ അപ്പച്ചനമ്മച്ചിയൊക്കെ ഫോട്ടോ എടുക്കുവാണേ. ഇവിടെ വേറെ കുറേ കുഞ്ഞുങ്ങൾ.
വെരി ബ്യൂട്ടിഫുൾ. Young ones there. യാ ഓക്കെ യങ് വൺ ഉണ്ടെന്ന് വേണ്ട. ഇവിടെ 1 2 3 4 5 കാണാ. അതെ ഇനി ഇവരെ മറ്റേ പരുന്ത് കൊണ്ടുപോകണ പ്രായം കഴിഞ്ഞു തോന്നുന്നു അല്ലേ. ഇങ്ങനെ ഇവിടെ ഈ തീരത്ത് ഇങ്ങനെ അധികം കാണാറില്ല ഞങ്ങളെ. ഇവിടെ എന്തോരം ഡാൻസ് കളിക്കാൻ വന്നേക്കണതാ. ബൈ 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 ബൈ. അവരങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുമായിരുന്നു കുറച്ച് നേരത്തേക്ക്. പക്ഷെ ഇവിടെ കുറേ ആൾക്കാരുണ്ടായി എടുക്കാൻ പറ്റിയില്ല. അയ്യോടാ എന്നൊക്കെ പമ്മി 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 നടന്ന് എന്തൊക്കെയാ കഴിക്കുന്നേ? ഈ പുല്ല് ഒഴിക്കും അവർ. എന്തെങ്കിലും കാണുമായിരിക്കുമല്ലേ പുല്ലിൽ. അമ്മയും കുഞ്ഞുങ്ങളുമാണ്. എൻ്റെ ചുണ്ട് നോക്കി എൻ്റെ അമ്മ എൻ്റെ അടുത്തേക്ക് എങ്ങാനും വരുമോ? പോവാണ് കേട്ടോ. തിരിച്ചിനി ഒരു പ്രാവശ്യം വരും കേട്ടോ. ബായ്. നല്ല ക്യൂട്ടാട്ടോ കാണാനായിട്ട്. നളതമയന്തി കഥയിലെ അരയന്നം പോലെ കുണുങ്ങി കുണുങ്ങി കുണുങ്ങിപ്പോ. എന്ത് രസമാണോ. ഞാനിങ്ങനെ ഈ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ മനസ്സിലൊന്നുമില്ല കേട്ടോ. പറയേണ്ടത് എന്താണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഇത് ഓൺ ദ സ്പോട്ടിൽ എനിക്ക് വരുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ പറയണതാണ് കേട്ടോ. ഒരു സ്ക്രിപ്റ്റും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരു നാടൻ ചേച്ചിയാണ്, നാടൻ രീതിയാണ്, നാടൻ സംസാരമാണ് കേട്ടോ. ആ ഒരു ലെവലിൽ എന്നെ കണ്ടാൽ മതി കേട്ടോ. വലിയ വലിയ പ്രൊഫഷണൽ ആയിട്ടുള്ള വീഡിയോസോ കാര്യങ്ങളോ വലിയ എഡിറ്റിങ്ങോ ഒന്നുമില്ല. ഇത് അങ്ങനെ തന്നെ ഇതിനകത്തേക്ക് എടുത്തിടും. അത്രേ ഉള്ളൂ. ഇവിടെ ലൈവ് കിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ലൈവ് ചെയ്തേനെ. ഇവിടെ ലൈവ് കിട്ടില്ല, അതുകൊണ്ടാണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ടീമിനെ കൂടി കൂടാനിരുന്നത്. പക്ഷേ ഇന്ന് പറ്റിയില്ല. എല്ലാവർക്കും സൗകര്യം ഇല്ലെന്ന് കൂടാനായിട്ട്. ഇപ്പം ഞാൻ പോകുന്നുണ്ടല്ലോ, ഇതൊരു പുഴയെന്ന് നമുക്ക് വണ്ണാത്തിപ്പുഴയാണല്ലോ. വണ്ണാത്തിപ്പുഴയുടെ അങ്ങേയറ്റത്ത് ഒരുപാട് താറാവുകൾ ഉണ്ടാവാറുണ്ട്, എപ്പോഴും ഉണ്ടാവാറുണ്ട്. അവിടേക്കാണ് പോകുന്നത്. അപ്പം ഞാൻ ഒരു നമ്മുടെ നാട്ടിൽ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് നോക്കി പോകും. ആ ഒരു ഇതിനെ കാണിക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ. ഇത് കാണുമ്പം നമുക്ക് ഓർമ്മ വരുന്ന പാട്ട് ഏതാ? അതേതാ പാട്ട്? പറഞ്ഞേ പെട്ടെന്ന് പറഞ്ഞേ. ആരാണോ ആദ്യം പറയണത് അവർക്കൊരു സമ്മാനം. ഞാൻ പറയുന്നില്ല കേട്ടോ. ഈ ഒരു പിക്ചർ കാണുമ്പം, അല്ലെങ്കിൽ ഈ ഒരു വ്യൂ കാണുമ്പം നിങ്ങൾക്ക് ഓർമ്മ വരുന്ന പാട്ട് ഒന്ന് ഇതിനകത്ത് കമൻറ്റ് ഇടുമോ പ്ലീസ്? അപ്പോൾ ചേച്ചി നോക്കട്ടെ, ചേച്ചിയുടെ മനസ്സിൽ വന്ന പാട്ട് തന്നെയാണോ നോക്കട്ടെ കേട്ടോ. കണ്ടോ നിങ്ങൾ? ശരിക്കും കണ്ടോ? ഒന്നും കൂടി സൂം ആക്കി കാണിക്കണോ? കണ്ടില്ലേ? ആ വെള്ളവും ആ ചെടിയും അതിൻ്റെ മുകളിൽ വേറെ ചെടികളും കാടും മേടും എല്ലാം കൂടി ഭംഗിയില്ലേ കാണാനായിട്ട്? നമുക്കിനി നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് പോകട്ടെ. ഇവിടെയൊക്കെ ആ ഒരു ചെടിയുണ്ടേ. ഈ ചെടിയാണോന്നറിയില്ല. ടീന കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു ഇവിടെ ഏതൊരു ചെടി വിഷമാണെന്ന്. അത് ഇതെല്ലാം തോന്നുന്നു. അയ്യോ ദേ പറക്കുന്ന താറാവ്. പോവാണോ? പറന്നുപോയി. ആഹാ, ഇതൊക്കെ എൻ്റെ പുറകെ വന്നോ? എൻ്റെ ദൈവമേ, ഇവരെയൊക്കെ ഞാൻ വിളിച്ചിരുന്നോ? അച്ചോടാ, എന്ത് രസമാടാ. കല്യാണക്കൂടി പോണ പോലെ ഉണ്ട്. ആർക്കറിയാം ഇവരുടെ കല്യാണമാണോ എന്ന് നോക്കട്ടെ. ഈ മുമ്പിൽ പോണത് ചിലപ്പം അച്ഛനായിരിക്കുമേ, ഇത് ചിലപ്പം അമ്മയായിരിക്കും. പക്ഷെ കുഞ്ഞുങ്ങളുണ്ടല്ലോ. അപ്പോൾ കല്യാണമല്ല, പേരിടലിന് പോണതായിരിക്കുമേ. ഇത് രസമാണോ കാണാൻ എൻ്റെ മക്കളെ? ഇവിടെയുള്ള ഇംഗ്ലീഷുകാരൊക്കെ ഇങ്ങനെ നിന്ന് കാണുവാണ് അവരെ. അവർക്കും ഈ ഓൾഡ് ഈസ് ഗോൾഡാണെന്ന് തോന്നുന്നു. അവർക്ക് ഇവിടുത്തെ ഈ നാടൻ കാര്യങ്ങൾ, ഓൾഡ് കാര്യങ്ങൾ ഒക്കെ ഭയങ്കര ഇഷ്ടം അവർക്ക്. അതിൻ്റെ ബ്യൂട്ടി ഒന്നും കളയാണ്ട് തന്നെ ഇവർ ഓരോ സ്ഥലത്ത് സൂക്ഷിക്കും. ഇവർക്ക് എനിക്കൊന്ന് ഇവിടുന്ന് കൗൺസിലിൽ നിന്ന് ഇവർക്ക് പ്രോപ്പറായിട്ടുള്ള ഫുഡ് ഇട്ട് കൊടുക്കുന്നുണ്ടാവും. നമ്മളോട് ഇട്ട് കൊടുക്കരുതെന്നാണ് പറഞ്ഞിരിക്കണേ. കാരണം ചിലപ്പോൾ ഇതുങ്ങൾക്ക് അലർജി ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇതുകൊണ്ട് അതേ 2 എണ്ണം ഇവിടെ. ഇതൊക്കെ അതെ 2 എണ്ണം. അതെ എന്താ എല്ലാവരും ബേബിയാണെന്ന് പറഞ്ഞ് ചേട്ടാ ഒരു തീറ്റ വേറെ ആരോ കൊടുക്കാൻ പോവാ. അതേ വേണ്ടതേ. അവർ തീറ്റിട്ട് കൊടുക്കുക. ഉണ്ടോ? അത് എന്തോരോ വന്നേക്കണേ. ചിലപ്പോൾ അറിയാൻ വേണ്ടാവില്ല ഇങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന്. എന്താണെന്നറിയില്ല. നോ ഐ ആം ടേക്കിംഗ് ദിസ്. വെരി ക്യൂട്ട്. യാ ഒരപ്പൂപ്പൻ അതിൻ്റെ കൂടെ വന്നിരിക്കണത്. അപ്പൂപ്പൻ എന്തൊരു ഇഷ്ടം. അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പൂപ്പൻ. എന്നോട് കൊടുക്കണമെന്ന് വേണ്ട. അച്ചടാ ക്യൂട്ട്. അതെ അവിടെ തല്ലി വിടണം. ഇന്നത്തെ ഒരു വീഡിയോ ഭയങ്കര വലിയ വീഡിയോ ആയിപ്പോയല്ലോ. സാരില്ല അല്ലേ? വീഡിയോ നിങ്ങൾ കാണണേ പ്ലീസ്. നിങ്ങളുടെ മനസ്സിലെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഭയങ്ങളും എല്ലാം മാറട്ടെ. നമുക്കവിടെ ചെല്ലുമ്പോൾ നല്ല കാഴ്ചയുണ്ട് കേട്ടോ. എനിക്കിവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. എന്തൊക്കെ ചെടികളായിരിക്കും അല്ലേ ഇത്? ഇത്ര വർഷം മുമ്പുള്ളതായിരിക്കും അല്ലേ?
അവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഞാൻ കൂടി പോട്ടെ. ആഹാ, അന്വേഷിച്ച് വന്നതാണോ? കുശലാന്വേഷണത്തിന് വന്നതാണോ? ലിസ് ചേച്ചി എന്തുകൊണ്ട് കുറച്ച് ദിവസമായാലോ ചേച്ചിയെ കണ്ടിട്ടെന്ന് ചോദിക്കാൻ വന്നതാണോ? അടുത്തത് എന്താ ചോദിക്കാൻ വരുന്നത്? സുഖമാണോ? ലിസ് ഞാനൊരു കൂട്ടുകാരൊക്കെ എന്ത് പറയണു? ഞങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് അവരെന്ത് പറഞ്ഞു? അതാണോ ചോദിക്കാൻ വരുന്നത്? രണ്ടുപേരും അവിടെ നിന്ന് കുളിക്കുക. അവർ കുളിക്കട്ടെ അല്ലേ. കുറച്ച് പേര് കുളിക്കുന്നു, കുറച്ച് പേര് പറക്കുന്നു, കുറച്ച് പേര് കളിക്കുന്നു, കുറച്ച് പേര് നീന്തുന്നു, കുറച്ച് പേര് ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ അവരെല്ലാവരും ജോലി തിരക്കിലാണ്. ചിലപ്പോൾ ഇവർക്കും രാവിലെ തന്നെ ഓരോ അസൈൻമെൻ്റ് ഉണ്ടാവും. നമുക്ക് നേഴ്സുമാർക്കൊക്കെ അസൈൻമെൻ്റ് ഉണ്ടല്ലോ. ഇതാരത് കുശലാന്വേഷണം വന്നേക്കണത്? ഇതാരത്? വാടിക്കള്ളിപ്പെണ്ണ, ഇതൊരു ഭംഗിയാണോ കാണാനായിട്ട്? എന്തൊരു ഭംഗിയാണോ കാണാനായിട്ട്? എന്താണ് തീറ്റ തിന്നുവാണല്ലോ. ഒക്കെ തീറ്റ തിന്നുവാണല്ലോ. ആൻറ്റിയുടെ കൂടെ വന്നതാണോ? വരുന്നുണ്ടോ വീട്ടിലേക്ക് വരുന്നുണ്ടോ? ഇവിടെ നമുക്ക് കർണംകുട്ടനുണ്ട്. നമുക്ക് കളിക്കാം. വരുന്നുണ്ടോ? പണ്ട് നമ്മൾ പഠിച്ച പാട്ടല്ലേ, 1ാം ക്ലാസ്സിലാണോ? പ്രാവേ പ്രാവേ കൂടെ വിടെ. ആ ഒരു പാട്ട് ഓർമ്മ വന്നു കേട്ടോ. ആഹാ, എനിക്ക് ഈ യൂട്യൂബ് കാണുന്നവരായിട്ടൊരു ഗ്രൂപ്പുണ്ടേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഗ്രൂപ്പിലേക്ക് വരണമെങ്കിൽ വരാട്ടോ. അതിനകത്ത് നല്ല രസമാണ്. നല്ല നല്ല പാട്ടുകളും ഇതിനെ പറ്റിയിട്ടുള്ള വർണ്ണനകളൊക്കെ ഉണ്ട്. ആർക്കെങ്കിലും ആർക്ക് വേണമെങ്കിലും വരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഗ്രൂപ്പിൽ ചേരണമെന്നുണ്ടെങ്കിൽ വരാം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പാട്ടൊക്കെ പാടാം, അന്താക്ഷരിയൊക്കെ കളിക്കാം, ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാം. അങ്ങനൊരു പ്രത്യേക ഗ്രൂപ്പ് അത്. വാട്സാപ്പ് ഗ്രൂപ്പാട്ടോ ഞാൻ പറഞ്ഞത്. ദേ പറന്നു ചെല്ലാം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഇഷ്ടംപോലെ താറാവുകൾ എപ്പോഴും ഉണ്ടാവാറുണ്ടേ. അവിടെ അപ്പുറത്ത് മെയിൻ റോഡ്. അപ്പം ഞങ്ങൾ പോകുമ്പോൾ കാണാറുണ്ട്. ദേ ഇടാരത് ഇണയെവിടെ തുണയെവിടെ തുണയെവിടെ. എൻ്റെ ഇണ എന്തെന്ന് ചോദിക്കുമോ? എപ്പോഴും ഇവർ 2 പേരായിട്ടാണ് കാണുന്നതേ. ഇന്നിപ്പോൾ ഒരാളേ ഉള്ളൂ. അതെ, ഇവരെനിക്കൊന്നൊരു ഭക്ഷണം കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഇവിടുത്തെ റൂള് മാറിയോ? ഭക്ഷണം കൊടുക്കാമോ? അറിഞ്ഞൂടാ. ഞങ്ങളെന്തായാലും കൊടുക്കാറില്ല. പിള്ളേർ സമ്മതിക്കുകയില്ല. ഞാൻ പണ്ടൊക്കെ എടുക്കുമ്പോൾ അവർ പറയും മമ്മി കൊടുക്കാൻ പാടില്ല എന്ന് പറയും പിള്ളേർ. നോക്കി എത്ര താറാവുകളാന്ന് നോക്കിയേ. ഉണ്ടോ? ആ കൊച്ച് കൊടുക്കുക. ആ കൊച്ച് ഒരു 10-15 താറാവുണ്ട്. അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേറെ ടൈപ്പ് അവരൊക്കെ ഇട്ട് കൊടുക്കുക. അതെ, ഇത് താറാവാണത്. അതെ, ഇതൊക്കെ ഒരു കിളിയെ പോലെ ഇരിക്കണം അല്ലേ? ഇതൊക്കെ ഇതുണ്ട്. അതെ, ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. എന്താ നിങ്ങളുടെ ഹൃദയവും മനസ്സും ഒക്കെ ഒന്ന് നല്ല രസമായിട്ടുണ്ടാവുമല്ലേ എന്ന്. ഇതിങ്ങനെ ഇവിടെ അവസാനിക്കണം മീൻസ് പിന്നെ അങ്ങ് മെയിൻ റോഡാണ്. പിന്നെ അത് അങ്ങോട്ടാണ് പോകുന്നത് വണ്ടി. പുഴ. അപ്പോൾ അങ്ങനെ വരുമ്പം അപ്പുറത്ത് വേറൊരു പാർക്കുണ്ട്. ഓക്കെ, അത് ഐസ്ക്രീമിൻ്റെ വണ്ടിയാണ്. വെയിലുള്ളപ്പോഴൊക്കെ അവർ വരുവേ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് നമ്മുടെ സ്കൂൾ ജീവിതത്തിലെ ഐസ് ഫ്രൂട്ടും നമ്മുടെ ആ ഒരു ചെറിയ കാലഘട്ടങ്ങളിൽ നമുക്ക് ഐസ് വണ്ടി ഞങ്ങളുടെയൊക്കെ അവിടെ കനാലിൻ്റെ അതിൽ കൂടെ പോകുമ്പോഴത്തേക്കും ടിങ് 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 എന്ന് പറഞ്ഞ് ബെല്ലടിക്കും. അപ്പോൾ ഞങ്ങളെല്ലാവരും അന്ന് 5 പൈസ 10 പൈസയൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ നുള്ളിപ്പറക്കി ഒരു സ്റ്റീൽ ഗ്ലാസ്സുമായിട്ട് ആ വണ്ടിൻ്റെ അടുത്തേക്ക് ഓടും. അന്ന് അവർ ഗ്ലൗസ് ഇട്ടിട്ടുണ്ടോ, ഹൈജീനിക് ആണോ ഒന്നും നമ്മൾ നോക്കാറില്ല അല്ലേ. എന്തുമാത്രം ഐസല്ലേ നമ്മൾ കഴിച്ചേക്കുന്നത്. അതുപോലെ തന്നെ സ്കൂളിൽ ആ ബ്രേക്കിൻ്റെ സമയത്ത് നമ്മുടെ കയ്യിലൊന്നും അങ്ങനെ പൈസ ഉണ്ടാവാറില്ല. എന്നാലും ആരുടെയെങ്കിലൊക്കെ ഉണ്ടാവും പൈസ. 5 പൈസ 10 പൈസയൊക്കെയാണ്. അന്ന് ആ ഒരു സേമിയോ ഉള്ള ഒരു ഐസ് ഉണ്ടല്ലോ, അത് കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം. ഇച്ചിരി പൈസ കൂടുതലാണ്. മറ്റേത് പച്ച, ചുമപ്പ്, മഞ്ഞ, ഈ 3 കളറാണ് ഞാൻ ഓർക്കുന്നത്. വെള്ളയുണ്ടോ? അതൊരു കാലമായിരുന്നു മക്കളെ. ആ ഐസ് ഫ്രൂട്ട് അങ്ങ് തീരാറാവില്ലേ. നമ്മൾ ആ കോല് വരുന്ന സമയമാകുമ്പോൾ നമുക്ക് എന്തൊരു വിഷമം അല്ലേ. ഇപ്പോൾ തീരുമെന്ന് വിചാരിച്ചിട്ട് അന്നൊന്നും നമുക്ക് ഐസ്ക്രീം കണ്ടിട്ട് പോലുമില്ല അന്നൊന്നും. അയ്യോ എൻ്റെ പൊന്നു മക്കളെ, എന്തോരം പറഞ്ഞ ചേച്ചിന്ന് എനിക്ക് വയ്യ. നിങ്ങൾ മടുത്തോ? ഇഷ്ടമായോ അതോ ദേഷ്യം വന്നോ? ഞാൻ തിരിച്ചു പോവാണ് കേട്ടോ. അവർ കുറേ പേരൊക്കെ ഇവിടെ കയറിയിരിക്കുക, ആസ്വദിച്ചുകൊണ്ടിരിക്കുക. ആൾക്കാരൊക്കെ ഇവിടെ ഇഷ്ടംപോലെ പേരുണ്ട് കാണാൻ വന്നേക്കണവർ, റിലാക്സ് ചെയ്യാനായിട്ടേ. ഇവിടെ ജനക്കൂട്ടായതുകൊണ്ട് ഞാൻ പതുക്കെ ഒന്ന് ഓഫ് ചെയ്യുക. അവരൊക്കെ പിന്നെയും വന്നിങ്ങോട്ടേക്ക്. അതെ, അവർ ഭക്ഷണം കൊടുത്തോണ്ട് എല്ലാവരും ഫോട്ടോ എടുക്കുക. ഞാൻ കുറച്ച് ദിവസം ഇതിലേ വന്നിട്ട്. ആ ബേബി പണിനെ നോക്കിയേ. എന്ത് ക്യൂട്ടല്ലേ. ചേടാ, ആരാണല്ലേ ഇവരെ നീന്താൻ പഠിപ്പിച്ചത്? ആരാണല്ലേ തിന്നാൻ പഠിപ്പിച്ചത്? ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു എന്താ പറയുക വരദാനങ്ങളാണല്ലേ ഇവരെല്ലാവരും. ഇതിനെയൊക്കെ മാത്രം ഇഷ്ടമുള്ള എത്രയോ പേരുണ്ടാവും അറിയാമോ. ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് വീഡിയോസ് മാത്രം കളക്ട് ചെയ്യുന്ന എത്രയോ പേരുണ്ടാവും അറിയാമോ.
നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുന്നു കേട്ടോ അല്ലേ? ഇഷ്ടമായില്ലേ മക്കളെ? ഇന്നത്തെ വീഡിയോ ഒക്കെ പൂർത്തിയാക്കി ഞാൻ തിരിച്ചു പോവാണ് കേട്ടോ. പച്ചപ്പും കാടും മേടും മലകളും പൂമരങ്ങളും പക്ഷികളും പിന്നെ അരയന്നവും താറാവിൻ്റെ കുഞ്ഞുങ്ങളും അങ്ങനെ എല്ലാവരെയും കണ്ട് തിരിച്ചു പോവാണ്. നല്ല പച്ചപ്പുള്ള സ്ഥലമാണ്. അങ്ങനെ തിരിച്ചു പോകുന്നു. തിരിച്ചു പോകുമ്പോഴും നിറയെ നല്ല നല്ല വൃക്ഷങ്ങൾ കാണുന്നുണ്ട്. കണ്ടോ, അതിനിടയ്ക്ക് പച്ചയിടയ്ക്ക് മഞ്ഞയുമുണ്ട്. അപ്പം നിങ്ങൾ ഇതൊക്കെ കാണുക, ആസ്വദിക്കുക, വിഷമങ്ങളൊക്കെ മാറ്റിവെക്കുക, പ്രയാസങ്ങളൊക്കെ കുറച്ച് സമയത്തേക്ക് മറക്കാൻ ശ്രമിക്കുക. ഒരു വഴി അടയുമ്പോൾ 9 വഴി തുറന്നു തരും. നമുക്ക് സുഹൃത്ത് ബന്ധങ്ങൾ സൂക്ഷിക്കുക, ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.